ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മകം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ മകം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ കേസരി യോഗമുള്ളതിനാൽ തൊഴിൽ രംഗത്ത് വൻ നേട്ടങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ ശത്രുദോഷം കുറയുന്ന സമയം, ദീർഘനാളായിട്ടുണ്ടായിരുന്ന ശത്രുശൈലിയൊക്കെ ഒന്ന് കുറയും. മാതാവിൻ്റെ സഹായം കൂടുന്നതാണ്. ഇതിലെടുത്തു പറയേണ്ടത് അഗ്നിഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കറണ്ടിൽ നിന്നോ ആസിഡുകളിൽ നിന്നോ എൻജിനീയറിംഗ് വർക്കുകൾ ചെയ്യുമ്പോൾ മെഷീനറികളിൽ നിന്നോ ഒക്കെ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻസ് കരുതുക. നിങ്ങൾ ധാരാളം ദൂരയാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ മോചനമുണ്ടാകുന്ന സമയമാണ്. ഉറ്റ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അവരുടെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ സഹായമൊക്കെ ഉണ്ടാവും. എന്നാൽ മനസ്സും ശരീരവും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഭക്തി മാർഗങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തുന്ന സമയമാണ്. അത് വളരെ ഗുണം ചെയ്യും. നിങ്ങൾ മുൻകോപം മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് ഇടയാകേണ്ടി വരുന്നൊരു സമയമുണ്ട്. നിങ്ങൾ തുറന്നടിച്ചുള്ള സംസാര രീതിയൊക്കെ നിങ്ങൾക്ക് ഗുണത്തേക്കാൾ വളരെ ദോഷം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചിലവൊക്കെ അധികരിച്ചിരിക്കുന്ന സമയമാണ്. ഡിസംബറൊക്കെ ആകുമ്പോൾ ചിലവ് നല്ല രീതിയിൽ ചിലവുകൾ വരും. നിങ്ങൾ തീരുമാനങ്ങൾ ഏതെടുത്താലും ആലോചിച്ചിട്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണത്തേക്കാളേറെ ദോഷം വരുത്തി വെക്കുന്നതാണ്. നിങ്ങളുടെ ബന്ധുജനങ്ങളൊക്കെ നീരസമായിട്ട് പെരുമാറുന്ന സമയം കൂടിയാണ് ഈ നവംബർ ഡിസംബർ മാസം. നിങ്ങൾ നീതിപൂർവമായിട്ടുള്ള സമീപനത്താൽ സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് ഇടയാകേണ്ടി വരുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുമെങ്കിലും അവരുടെ പെരുമാറ്റം തീർത്തും മോശമായിരിക്കും ഈ കാലയളവിൽ. എല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തി സമ്പാദിക്കാനുള്ള സാധ്യതയുമുണ്ട്. ധനലാഭം, ഈശ്വരാനുഗ്രഹവും രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെയാണ് ഈ പ്രധാനമായിട്ടും ഈ മാസങ്ങളിൽ കാണുന്നത്. നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ ദർശിച്ചും ദേവി പ്രീതി നേടിയെടുത്താൽ സർവ്വദോഷങ്ങളും മാറുന്നതാണ്. വ്യാഴാഴ്ചകളിലൊക്കെ ദേവീ ക്ഷേത്രം ദർശിക്കുക, വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ദേവീക്ഷേത്രം ദർശിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. നിങ്ങൾ ദേവീക്ഷേത്രം ദർശിക്കുമ്പോൾ വെളുത്ത പൂക്കൾ സമർപ്പിക്കുക, വെള്ള ഉടയാട സമർപ്പിക്കുക, താലി സമർപ്പിക്കുക, സിന്ദൂരം സമർപ്പിക്കുക, കരിക്കിൻ വെള്ളം കൊണ്ട് രാവിലെ നിർമാല്യത്തിന് അഭിഷേകം നടത്തുക, വെളുത്ത പായസം സമർപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് ദേവിക്ക് ഗുണകരമാണ്. ദേവി സൂക്തങ്ങൾ ഉരുവിടുക, വ്യാഴാഴ്ചകൾ വ്രതമനുഷ്ഠിക്കുക, വെള്ളിയാഴ്ചയാണെങ്കിൽ 21 നാരങ്ങാമാല കോർത്ത മാല ഭദ്രകാളിക്ക് സമർപ്പിക്കുക, സർവൈശ്വര്യ പൂജ നടത്തുക, സ്വയംവരമന്ത്ര പുഷ്പാഞ്ജലി നടത്തുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.